5 പാരന്റിംഗ് മിസ്റ്റേക്സ്. അതിൽ നമ്പർ 1 എന്ന് പറയുന്നത് സിബ്ലിങ്സ് അല്ലെങ്കിൽ മറ്റു കുട്ടികളായിട്ടുള്ള കമ്പാരിസൺ. പാരന്റ്സ് വിചാരിക്കും അത് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പാരിസൺ എന്ന്. പക്ഷെ അങ്ങനെയല്ല. അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് അവരുടെ കോൺഫിഡൻസ് ലെവലിനെയും അതുപോലെ തന്നെ അവരുടെ ഒരു സെൽഫ് എസ്റ്റീമിനെ ആയിരിക്കും. നമ്പർ 2, കുട്ടികളുടെ മുമ്പിലുള്ള പാരന്റ്സിന്റെ ആർഗ്യുമെന്റ്സ്. ഈ ഒരു കാരണം കൊണ്ട് അവർക്ക് ഭാവിയിൽ പുതിയ റിലേഷൻഷിപ്സ് ഫോം ചെയ്യാനും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ സ്നേഹം ഒക്കെ പറയുന്നതിന്റെ ആദ്യത്തെ ലെസൺസ് അവർ പഠിക്കുന്നത് അവരുടെ സ്വന്തം വീട്ടിൽ തന്നെയാണ്. മൂന്നാമത്തേന്ന് പറയുമ്പോഴേക്കും കുട്ടികളെ വളർത്താൻ വേണ്ടി നമ്മൾ എടുത്ത കഷ്ടപ്പാടുകളുടെ ഒരു കണക്ക് പറച്ചില്. കുട്ടികൾ പറഞ്ഞിട്ടല്ല നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. നമ്മളത് നമ്മുടെ സ്വന്തം ഇഷ്ടം കൊണ്ട് നമുക്ക് കുട്ടികളോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മൾ അതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. സ്നേഹത്തിന് ശരിക്കും കണക്ക് പറയാൻ പാടുണ്ടോ? അതിന്റെ പേര് പറഞ്ഞ് അവരുടെ ഉള്ളിൽ ഒരു ഗിൽട്ട് ഉണ്ടാക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. നാലാമത്തത് എന്ന് പറയുമ്പോഴേക്കും കുട്ടികളുടെ ഇമോഷണൽ നീഡ്സ് വേണ്ട രീതിയിൽ പാരന്റ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പല രീതിയിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് വരാൻ അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അഞ്ചാമത്തത് എന്ന് പറയുമ്പോഴേക്കും കുട്ടികൾ എന്തെങ്കിലും അച്ചീവ് ചെയ്താൽ മാത്രമേ അവർക്ക് അപ്രിസിയേഷനും വാലിഡേഷനും ഒക്കെ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവര് വലുതായി കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്യുന്നതിന് പകരം മറ്റുള്ളവരുടെ വാലിഡേഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കായിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക.